പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏറെ പ്രസിദ്ധമാണ് മറയൂർ ചന്ദനവും ശർക്കരയും. മറയൂരിലെ ശർക്കര കഴിച്ചവരാകട്ടെ ഒരിക്കലും ആ രുചി പിന്നെ മറക്കാറുമില്ല. മായം ചേർക്കാതെ ഉണ്ടാക്കുന്നതിനാൽ തന്നെ ഏറെ രുചികരവുമാണ്. പാക്കറ്റിൽ കിട്ടുന്ന ശർക്കര വാങ്ങി കഴിക്കും മുമ്പ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും ചിന്തിക്കാറുമില്ല. എന്നാൽ വ്യാജ ശർക്കരകളാണ് ഇപ്പോൾ അങ്ങാടികൾ വാഴുന്നത്. മറയൂർ ശർക്കര ആകട്ടെ മായമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. 2000 ലിറ്റർ കരിമ്പിൻ നീരിൽ നിന്ന് 180 കിലോ മാത്രം ശർക്കര ഉണ്ടാക്കാമെന്നറിയുമ്പോൾ മാത്രമാണ് മറയൂർ ശർക്കരയ്ക്ക് പിന്നിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് മറയൂർ. കരിമ്പിൻ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയായതിനാൽ കരിമ്പാണ് ഇവിടുത്തെ പ്രധാന വിള. അതിനാൽ രുചിയും ഗുണവും കൂടുതലാണ്. ഇത് വെച്ചുണ്ടാക്കുന്ന ശർക്കരയ്ക്കും ഗുണം കൂടുതലായതിനാൽ തന്നെയാണ് ഇവിടുത്തെ ശർക്കര പ്രസിദ്ധമായതും. രാസവസ്തുക്കളില്ലാത്തതും ഉപ്പില്ലാത്തതും അഴുക്കില്ലാത്തതും ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുമായ ശർക്കരയാണ് മറയൂരിലേതെന്ന് ഗവേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കിണറുകളിൽ വെള്ളം ശുദ്ധീകരിക്കാൻ കുമ്മായം ഇടുന്നതുപോലെ ശർക്കര ശുദ്ധീകരിക്കാനായി അല്പം കുമ്മായം മാത്രമാണ് മറയൂരിലെ ശർക്കരയിൽ ചേർക്കുന്നത്. 180 കിലോ ശർക്കരയ്ക്ക് വേണ്ടി 70 കെട്ട് കരിമ്പ് അഥവാ 1 ടണ്ണോളം കരിമ്പാണ് വേണ്ടിവരിക. ഇതിൽ നിന്നും 2000 ലിറ്റർ കരിമ്പിൻ നീരാണ് ലഭിക്കുക. അതുപയോഗിച്ചാണ് ശർക്കര നിർമ്മിക്കുന്നത്. ഞങ്ങളുടെ സബ്സ്ക്രൈബർ പ്രകാശ് ചന്ദ്രശേഖരൻ മറയൂർ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ശർക്കര ഫാക്ടറിയുടെ കാഴ്ചകൾ കാണാം. മറയൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവനക്കാരൻ രംഗനാണ് പ്രേക്ഷകർക്കായി ശർക്കര നിർമ്മാണം വിശദീകരിക്കുന്നത്. മറയൂരിൽ കർഷകർ കൃഷി ചെയ്യുന്ന കരിമ്പ് പാകമാകുമ്പോൾ വെട്ടിയെടുത്ത് ശർക്കരയുണ്ടാക്കുന്ന ഫാക്ടറികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ വലിയ ഫാക്ടറി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഷീറ്റ് കൊണ്ടോ ഓല കൊണ്ടോ മേഞ്ഞ കെട്ടിടങ്ങളാണിവ. കർഷകർ കൊണ്ടുവരുന്ന കരിമ്പ് വലിയ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനുള്ള യന്ത്രത്തിലൂടെ കടത്തിവിട്ട് നീര് മുഴുവൻ പിഴിഞ്ഞെടുക്കുന്നു. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത നീര് തുടർന്ന് വലിയ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു വലിയ വാർപ്പിലേക്ക് നീര് പകർത്തി തിളപ്പിച്ചു വറ്റിക്കും. കരിമ്പിൻ ചണ്ടി ഉണക്കിയെടുത്ത് അതാണ് അടുപ്പിലെ തീ കത്തിക്കാനായി ഉപയോഗിക്കുന്നത്. നമ്മുടെ മറയൂരത്തെ മെഷീൻ കരിമ്പ് ആട്ടുന്ന മെഷീന് അതാണ് എഞ്ചിനിൽ ഇതിൽ ജ്യൂസ് അടിച്ചിട്ടാണ് അവിടെ പമ്പ് ചെയ്തിട്ടാണ് നേരെ അതിൽ പോകുന്നത്. അതേ ടാങ്കിലോട്ടാണ് പോകുന്നത്. നമ്മളെ ജ്യൂസ് അടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്കാണത്. നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു 2000 ലിറ്ററാണ് നമ്മൾ ജ്യൂസാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ടാണ് നമ്മൾ ആക്കുന്നത്. ഇതിലെ ഒരു 3 മണിക്കൂറെങ്കിലും പിടിക്കും. നമ്മൾ തിളപ്പിച്ച് നമ്മൾ വറ്റിയെടുക്കണമെങ്കിൽ ട്രേ ആണ് 3 മണിക്കൂറെങ്കിലും പിടിക്കണം. പാത്രത്തിൽ നിന്ന് തടി കൊണ്ടുണ്ടാക്കിയ തളത്തിലേക്ക് ശർക്കര മാറ്റുന്നു. ഇവിടെ വെച്ച് ഇളക്കി പദം വരുത്തിയാണ് ചെറിയ ചൂടോടെ തന്നെ ശർക്കര കൈകൊണ്ട് ഉരുട്ടിയെടുക്കുന്നത്. കൈകളുടെ പാട് മറയൂർ ശർക്കരയുടെ പ്രത്യേകതയാണ്. ശേഷം തഴപ്പായിൽ വെച്ച് ഉണക്കിയാണ് ശർക്കര വിപണിയിലേക്ക് എത്തിക്കുന്നത്. ആ പാത്രത്തിലാണ് മറിക്കുന്നത്. മറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്കൂർ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടയാക്കും. അങ്ങോട്ടാണ് പായ വെച്ച് പായലോട്ടാണ് നമ്മൾ ഉണക്കാൻ ഇടുന്നത്. ഉണങ്ങി അതൊരു 6 മണിക്കൂർ കൂടി ഉണക്കാൻ. ഈ 2000 ലിറ്റർ നമ്മൾ ഈ നീരിൽ നിന്ന് എന്തോരം നമുക്ക് ശർക്കര കിട്ടും? എത്ര കിലോ ശർക്കര കിട്ടും? ഈ 2000 ലിറ്ററിലുള്ള നീരിൽ നിന്ന് നമുക്കൊരു 180 കിലോ കിട്ടും. 180 കിലോ. അതിനായിട്ട് എന്തോരം കരിമ്പ് വേണ്ടി വരും? അതൊരു 70 കെട്ട് കരിമ്പെങ്കിലും വേണം. ഒരു ടണ്ണിൽ നിന്നാണ് 2000 ലിറ്റർ നീര് കിട്ടുന്നത്. അത് പണ്ണെന്ന് പറയും ഇവിടെ. പണ്ണ മണ്ണയിലേക്ക് മറിച്ചിട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ അതിനൊക്കെ സെറ്റാകും. ട്രേ കട്ടയാകുമ്പോഴാണ് ഉരുണ്ട നമ്മൾ പായലോട്ടാണ് ഇടുന്നത്. പായ മടക്കി ചാക്കിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ബ്രഷായിട്ടാണ് അങ്ങോട്ട് ഇടുന്നത്. തച്ച് നമ്മൾ നിൽക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലെ ശർക്കരയ്ക്കില്ലാത്ത രുചിയാണ് മറയൂരിലെ സ്പെഷ്യൽ കരിമ്പ് കൊണ്ടുണ്ടാകുന്ന ശർക്കരകൾക്ക്. വെറും 60 രൂപ മാത്രമാണ് മറയൂരിലെ 1 കിലോ ശർക്കരയ്ക്ക് വില. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വ്യാജ ശർക്കരയാണ് ഇപ്പോഴും കേരളത്തിൽ സുലഭമായി ലഭിക്കുന്നത്. രാസപദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശർക്കര വേഗം പൊടിഞ്ഞു പോകും. ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഇരിക്കും തോറും മുറുക്കം കൂടുന്നതാണ് മറയൂർ ശർക്കര. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിലത്തകർച്ച മറയൂർ ശർക്കര നിർമ്മാണത്തെ സാരമായി ബാധിക്കാറുണ്ട്. മറയൂർ ശർക്കര പ്രത്യേകത മായമൊന്നും ചേർക്കത്തില്ല. നല്ല ഭയങ്കര മധുരമായിരിക്കും. കരിമ്പ് നല്ല നീട്ടായുള്ള കരിമ്പായിരിക്കും. വിളവുള്ള കരിമ്പാണെങ്കിൽ അതിനേക്കാളും പഞ്ചസാര പോലെ ആയിരിക്കും, തേൻ പോലെ ആയിരിക്കും. അതാണ് മറയൂർ ശർക്കര പ്രത്യേകത. മായം ചേർക്കുന്ന ശർക്കര ഉണ്ട്. അത് മായം ചേർക്കുന്ന കൂടുതൽ തമിഴ്നാട്ടിലാണ്. നമ്മൾ മറയൂർ ശർക്കര മായമൊന്നും അത്രയും ചേർക്കത്തില്ല. പ്രത്യേകിച്ച് മായമൊന്നും ചേർക്കില്ല. ഇത്തിരി കുമ്മായപ്പൊടി മാത്രം ഇടും. അത് ശരിക്കും പറഞ്ഞാൽ അത് കട്ടയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഈ 2000 ലിറ്ററിന് ഒരു കുറച്ച് കുമ്മായൊക്കെ ഇടുള്ളൂ. എൻ്റെ പേര് രംഗൻ. ഇത് മറയൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എല്ലാം സെയിലായി പോകും. ഒന്നും കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഒരു ഇതായിട്ട് കേടായിട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. മൂന്നാറും മറയൂരും സന്ദർശിക്കുന്നവർ കിലോ കണക്കിനാണ് വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ യാതൊരു മായവും ചേർക്കാതെ ഉണ്ടാക്കുന്ന ശർക്കരയ്ക്ക് കാര്യമായ ലാഭമൊന്നും പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് സത്യം. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്.